ഹലോ, ഇന്ന് ഞാനേ നിങ്ങളുടെ അടുത്ത് നന്ദിയുള്ള മനസ്സിനെക്കുറിച്ച് അഥവാ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരാണോ, എങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസം നമ്മൾ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഒട്ടുമിക്ക ആൾക്കാരും ആദ്യം ഫോണായിരിക്കും എടുക്കുന്നത്. ഫോൺ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ അലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. രാവിലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, കോളേജിൽ വിടണം, ഇല്ലേ നമുക്ക് ജോലിക്ക് പോകണം, അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ അലാം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അലാം അടിക്കുമ്പം അലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ നന്ദിയാണ് പറയേണ്ടത് നമുക്ക്. കാരണം ഇന്ന് രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ സഹായിച്ചില്ലേ? അപ്പോൾ എഴുന്നേൽക്കാൻ സഹായിച്ചതിന് നമ്മൾ ഒത്തിരി നന്ദി പറയണം, അല്ലേ? ഒത്തിരി നന്ദി പറയണം. ഞാൻ പല ആൾക്കാരും ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ലോകത്തിൽ നിന്നൊക്കെ അനേകർ മാറ്റപ്പെട്ടപ്പോഴോ അല്ലെങ്കിൽ ഇല്ലാതായപ്പോഴോ ഒക്കെ എനിക്ക് ആയുസ് തന്നു, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നതിനോ അല്ലെ പറയുന്നതിനെക്കുറിച്ചോ എനിക്കൊരു താല്പര്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പറയാനുള്ള ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ സഹായിച്ചതിന് ഭയങ്കര നന്ദി പറയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾക്ക് കൈകാലൊക്കെ അനങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്ദിയല്ലേ പറയേണ്ടത്? ആദ്യം തന്നെ നമ്മൾ നന്ദി പറയുക. ചെറിയ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഭയങ്കര നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ നമ്മൾ നിരന്തരം അങ്ങനെ നന്ദിയുള്ളവരായിത്തീരുമ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. അപ്പം നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന ഏത് കാര്യങ്ങളായിക്കോട്ടെ, ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും നമുക്ക് തന്നിട്ടുള്ളത്, പക്ഷെ നമ്മൾ അവരെ എപ്പോഴും ഓർക്കണം. അവരോട് നമുക്കൊരു നന്ദി ഉണ്ടായിരിക്കണം, അല്ലേ? അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്ത് അല്ലെ നമുക്ക് താങ്ക്ഫുള്ളായിട്ട് നമ്മൾ ഇരിക്കുമ്പം നമ്മുടെ ജീവിതം വളരെ മനോഹരമായിട്ട് പോകും. അല്ലാതെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾക്കിപ്പം സന്തോഷമോ പിന്നെ ഭയങ്കര സമാധാനപരമായ ഉള്ള ലൈഫോ ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് എന്നെപ്പോലെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൈഫിൽ സ്ട്രഗിൾ ചെയ്തവരും ഇനി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. കാരണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ അവരുടെ ലൈഫിലുണ്ടായേക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം മറ്റുള്ളവർക്ക് അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഇപ്പം ഞാനും പല കാര്യങ്ങൾ കേട്ടും കണ്ടും എന്നോട് ഒത്തിരി പേര് സംസാരിക്കുമ്പോഴും ഒക്കെയാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടാണ് മുന്നോട്ട് നമ്മൾ ജീവിച്ചു വരുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, നമ്മൾ ചെറിയ കാര്യങ്ങൾക്കും ഭയങ്കര നന്ദിയുള്ളവരായിരിക്കണം. കഴിഞ്ഞ നാളുകളിലൊക്കെ ചില സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് വിട്ടുപോകും. വലിയ കാര്യങ്ങൾ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും. പക്ഷേ എത്രയോ കാര്യങ്ങൾ നമുക്ക് നന്ദിയോട് ഓർക്കാനുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് താമസിക്കാൻ ഒരു ചെറിയ വീടാണെങ്കിലും അതുണ്ടോ, നമുക്ക് എന്നും കഴിക്കാൻ ഓർക്കേണ്ട ആഹാരമുണ്ടോ, നമുക്ക് നല്ല വസ്ത്രങ്ങൾ ഇടാനുണ്ടോ, ഇതൊക്കെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അല്ലേ? അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അടഞ്ഞിരിക്കുന്ന വഴികളൊക്കെ നമുക്ക് വേണ്ടി തുറന്ന് വരും. അതുപോലെ നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴും നമ്മൾ പറയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ജീവിതത്തിൽ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ എപ്പോഴും പറ്റിയില്ലെങ്കിൽ ചില ആൾക്കാർ എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ. ബുക്കിലൊക്കെ എഴുതി വെക്കും. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നടന്ന 3 നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുമ്പോൾ ഇപ്പോൾ മറ്റുള്ളവർക്ക് നോക്കുമ്പം അത് വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പം നമ്മളത് എഴുതി വെക്കുക. ഇന്ന് നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരോട് നമ്മൾക്ക് സംസാരിച്ചപ്പം നമുക്ക് എത്ര ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഇല്ലെങ്കിൽ ഇന്ന് നമ്മളെ ഇന്ന് ഒരാൾ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് ഇന്ന് സന്തോഷകരമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റി, അല്ലെങ്കിൽ എവിടെ ഒരു ദൂരെ യാത്ര പോയിട്ട് സേഫായിട്ട് നമുക്ക് ഭവനത്തിൽ തിരിച്ചെത്താൻ പറ്റി. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആരെങ്കിലും നമ്മളെ ഈ സപ്പോർട്ടൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ താങ്ക് യു മാത്രം പറയുന്നതിലല്ല അതിനകത്ത് കാര്യമുള്ളത്.
അതിൽ നമുക്ക് ഭയങ്കര കഷ്ടമായ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈ പിടിച്ചുയർത്തുന്ന അനേകരുണ്ടാവുമല്ലോ, അത് അവരെ നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തോ ഈ സംസാരിക്കുന്നതെന്ന്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒത്തിരി കാര്യങ്ങൾ പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ അതെല്ലാം എനിക്കിപ്പോൾ പറയാൻ ഉള്ള സാഹചര്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ടൈമില്ലല്ലോ. കുറച്ചൊരു 10 മിനിറ്റ്സിനുള്ളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും അതിൽ ഇപ്പം പറയാവുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ 2014 ആ സമയത്ത് ഞങ്ങൾക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനി നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് വൻ നഷ്ടങ്ങൾ സംഭവിച്ചു. അതിന് മുന്നേ തൊട്ട് ഞങ്ങൾക്ക് ബിസിനസ് ഈ ഒരു ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ആ ഫാക്ടറിയിൽ നിന്ന് അനേക നഷ്ടങ്ങളുണ്ടായി. അങ്ങനെ ലാസ്റ്റിൽ വന്ന് 2014 ആയപ്പോഴത്തേനും നമുക്ക് ഭയങ്കര പ്രോബ്ലംസൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അത് കുറേ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യാൻ ഇങ്ങനെ ഞങ്ങൾ പൊക്കൊണ്ടേയിരുന്ന സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് ഞങ്ങൾക്ക് കെട്ടാനെ കൊണ്ട് സാധിച്ചില്ല. അതായത് ലാസ്റ്റ് ടേം ഫീ ആണേ, 3 ടേം ഫീ ആണല്ലോ ഉള്ളത്. അതിലെ ലാസ്റ്റ് ടേം ഫീ നമുക്ക് കെട്ടാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് വന്ന കൂട്ടത്തിൽ ഇത് ഞങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ അടുത്ത വർഷം സ്കൂള് തുറന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഒരാൾ വന്ന് ഞങ്ങളുടെ ആ വർഷത്തെ അടുത്ത അക്കാഡമിക്കിലുള്ള ഫീസ് ഫുള്ള് വന്ന് കിട്ടി. പഴയ ഫീസും പുതിയ വർഷത്തിലോട്ട് കയറേണ്ട കുറച്ച് ഫീസ് ഉണ്ടായിരുന്നു, അതും കൂടെ വന്ന് കിട്ടി. അതെനിക്ക് തോന്നുന്നു 1,15,20,000 റുപ്പീസ് എങ്ങാണ്ടുണ്ട്. 1,20,000 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു അന്നത്തെ കെട്ടാനുള്ളത് ഫീസ്. അത്രയും വന്ന് കെട്ടിയിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ സംസാരിക്കുമ്പോൾ പോലും എനിക്കത് ആരാന്ന് ചെയ്തതെന്ന് ഇന്നേ വരെ അറിയില്ല. അതാ ഏത് വ്യക്തിയാണ്. ഓരോ പ്രാവശ്യവും എൻ്റെ മക്കൾ ഓരോ വർഷവും ക്ലാസ് പാസ്സായി വരുമ്പോഴും ഞങ്ങൾ എപ്പോഴും ഇത് പറയും, നമുക്കന്ന് ആ സപ്പോർട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പോൾ ഈ ക്ലാസ്സിലെത്താൻ പറ്റത്തില്ലായിരുന്നു എന്ന് നമ്മൾ പറയും. അന്നേരം ഞാനിപ്പോൾ ഈ അവസരത്തിൽ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വളരെ താങ്ക്ഫുള്ളായിട്ട് അല്ലെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമുക്ക്, അല്ലേ? നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്ക് അവർ തന്നിരിക്കുന്ന ആ ഒരു നന്ദി, നമുക്ക് എപ്പോഴും നന്ദിയുള്ള മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് കയറാൻ നമുക്ക് അവസരങ്ങൾ തേടി വരും. അതുപോലെ വേറെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ കുറേ പ്രാവശ്യം നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ പല കാരണങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഹാരം പോലും കഴിക്കാനില്ലാതെ ഭയങ്കര പ്രയാസത്തിൽ കൊച്ചു കുട്ടികളുമായിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പം ഞങ്ങളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഞങ്ങൾ വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിന് ഫോണൊന്നും വിളിച്ച് കിട്ടാൻ ഞാൻ സൂയിസൈഡ് എങ്ങാനും ചെയ്താന്നോ എന്നും പറഞ്ഞ് വിചാരിച്ചിട്ട് ഞങ്ങളെ തിരക്കി വീട്ടിൽ വന്ന് ഞങ്ങളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി 20 ദിവസം ഞങ്ങളെ അവിടെ താമസിപ്പിച്ചു. 20 ദിവസം താമസിച്ചപ്പോൾ അന്ന് അവർ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്, 1 BHKയിലാണ് താമസിക്കുന്നത്. ആ സമയത്ത് അവർ ഞങ്ങളെ അവരുടെ ബെഡ്റൂമിലിരുത്തി കിടത്തി. എന്ന് വെച്ചാൽ ബെഡ്റൂം ഞങ്ങൾക്ക് തന്നിട്ട് അവർ ഹാളിൽ കിടക്കുമായിരുന്നു. എത്രയോ പ്രാവശ്യം ഞങ്ങൾ നിർബന്ധിച്ചു വേണ്ടാന്ന്, എങ്കിലും അവരത് ചെയ്തു. ഇപ്പോഴും ഞങ്ങളെ ഏത് സാഹചര്യം എന്നറിയാം എപ്പോഴും ഞങ്ങളത് പറയും. എപ്പോഴും എന്ന് പറയാൻ നമ്മൾ 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നല്ല, പക്ഷേ ഞങ്ങൾ ഓർക്കാത്ത സമയങ്ങൾ കാണത്തില്ല അവരാ ചെയ്തത്. ആ ഒരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൈ പിടിച്ച് ഉയർത്താൻ വരുന്ന കരങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കല്ല. നമ്മൾ ഭയങ്കര നന്ദിയുള്ളവരായിരിക്കണം അവരോട്. നമ്മളെപ്പോഴും അവരെ വിളിക്കാനോ എപ്പോഴും നമ്മൾ അവരുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മളെയും കൊണ്ട് പറ്റത്തില്ലായിരിക്കാം. നമ്മുടേതായ ജീവിതം അവരുടേതായ ജീവിതം ഒക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അന്നേരം നമ്മൾക്ക് നമ്മുടെ പുതിയ വഴികളൊക്കെ നമുക്ക് തുറന്ന് അവസരങ്ങൾ നമ്മളെ ഇങ്ങോട്ട് തേടിയെത്തും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തന്ന പുതിയ ദിവസത്തിന് നന്ദി പറയുക,
അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോഴും അന്ന് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് സന്തോഷത്തോടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്ത ഉപകാരം നമ്മൾ ഓർത്ത് നന്ദി പറയുക, അല്ലെ നമ്മൾ നന്ദി ഓർക്കുക, അല്ലെ അവരെ നമുക്ക് വിളിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക. നമുക്ക് എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് നമ്മൾ നന്ദിയോട് ജീവിച്ചാൽ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഇത് സംസാരിക്കുമ്പം ചിലപ്പം ചില ആൾക്കാരൊക്കെ ചിന്തിക്കും അതിപ്പം എല്ലാം ഭയങ്കര സന്തോഷത്തിലോ സ്മൂത്തിലോ ആണോ പോകുന്നത്. ഒരിക്കലുമല്ല. ഭയങ്കര കഷ്ടങ്ങളും പ്രയാസങ്ങളും ചിന്തകളും ഒക്കെയുണ്ട്. പിന്നെ നമുക്ക് തരുന്ന ആരോഗ്യം അതെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു നന്മയല്ലേ. നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് വലിയ സമ്പത്തിനെക്കാട്ടിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് സാധിച്ചെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നമ്മൾക്ക് അന്ന് വേണ്ടുന്ന കാര്യങ്ങൾ നടന്നു പോകുന്നു, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു, ഇല്ലെങ്കിൽ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നും അല്ലേ. മറ്റുള്ളവർക്ക് ചിലപ്പം എന്ത് നേടി അല്ലെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഫോക്കസ് എന്തുവാണോ അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ടങ്ങ് പോവുക. നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര നന്ദിയുള്ളതായിട്ട് ജീവിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരുന്നാൽ തന്നെത്താനെ അവസരങ്ങൾ നമ്മളെ തേടി വരും. എപ്പോഴെങ്കിലും സമ്പൽ സമൃദ്ധിയിൽ നമ്മൾക്ക് ജീവിക്കാൻ അവസരങ്ങൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമുക്കൊരു ഹോപ്പാണ് നമുക്ക് തരുന്നത്. മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. ആ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ സന്തോഷത്തോടെ നന്ദിയോടെ ജീവിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നിടം വരെ ബൈ.